കുറ്റപ്പെടുത്തും ഇല്ലേ, നമ്മൾ കുറ്റം പറയില്ലേ, പേര് പറയുന്നില്ല. നമ്മൾ ഒറ്റയ്ക്കാവുന്ന ആൾക്കാരെ പറ്റി കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അത് എനിക്ക് പറയണമെന്ന് തോന്നി. കാരണം ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുകയും പേഴ്സണലി വന്നിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതായിട്ട് ആക്ച്വലി ആ ഒരു സബ്ജക്റ്റ് തന്നെയാണ് അതിന് എന്താ പറയുക, ഒരു അത്രയും ശതമാനം തന്നെ നീതി പുലർത്തുന്ന കാര്യമാണ്. ലൈക്ക് നമ്മൾ ചിലപ്പം സ്നേഹത്തിൻ്റെ പേരിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അത്രയും അടുത്ത ആളെന്നുള്ള രീതിയിൽ നമ്മൾ തമാശയ്ക്കായിരിക്കും, ചിലപ്പം കളിയാക്കും, കുറ്റപ്പെടുത്തും ഇല്ലേ, നമ്മൾ കുറ്റം പറയില്ലേ, നല്ല രീതിയിൽ കളിയാക്കാറില്ല. ചിലപ്പം വേറെ ഉള്ള മുമ്പിൽ വെച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മളത് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ആ ആ ഓപ്പോസിറ്റുള്ള ആളെ നമ്മൾ ഉദ്ദേശിക്കുന്ന സെൻസിലായിരിക്കണം എന്നില്ല അത് എടുക്കുക. ലൈക്ക് ചിലപ്പോൾ ആൾ ചിരിക്കുകയും റെസ്പോൺസ് ചെയ്യും പോട്ടെ എന്നൊക്കെ പറയുമെങ്കിലും, ആളെ ഓക്കെ എന്നൊക്കെ പറയുമെങ്കിലും സംവെയർ അത് നന്നായിട്ട് ഹേർട്ട് ചെയ്യും. ഇപ്പം ഫ്രണ്ട്സ് മാത്രമൊന്നുമല്ല കേട്ടോ, നമ്മളെല്ലാം ഫ്രണ്ട്സിനാന്നുള്ളത് നമ്മൾ കോമൺ ആയിട്ട് ലൈഫിൽ നടക്കുന്ന കാര്യമുണ്ട് പറയാം. ലൈക്ക് ചിലപ്പം വീട്ടുകാരാണെന്നുണ്ടെങ്കിലും കുടുംബക്കാരാണെന്നുണ്ടെങ്കിലും കുറ്റപ്പെടുത്തുകയും കളിയാക്കിയും പരിഹസിക്കുകയൊക്കെ ചെയ്യാറില്ലേ നാട്ടുകാരും. അങ്ങനെയൊക്കെ ചെയ്യുന്ന എന്തിനാണാവോ അല്ലേ. ലൈക്ക് നമ്മൾ നന്നാവാനാണെന്ന് കുറേ ആൾക്കാർ പറയും. പക്ഷെ ഒരാൾ കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് നന്നാവും? അത് അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലൂടെ പോയ ആൾക്കാർക്ക് അറിയാം. ഭയങ്കര പെയിൻഫുള്ളായിരിക്കും. ആ വേദന എന്തായിരിക്കും പറഞ്ഞാൽ അത് അനുഭവിക്കുന്നവർക്കായിരിക്കും. ഇപ്പം എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കളിയാക്കിയിട്ടുണ്ട്. ലൈക്ക് ഞാനൊരു നല്ലൊരു ഇത് പറഞ്ഞുതരാം. പറയുമ്പം ചിലപ്പോൾ അവൻ വീഡിയോ കാണുമെന്ന് അറിയാൻ പാടില്ല. എൻ്റെ ഫ്രണ്ടാണ്. ഞങ്ങൾ ഏതാണ്ട് 5, 10, 12 കൊല്ലം ഫ്രണ്ടായിട്ടുണ്ടായിരുന്ന ആൾക്കാരാണ്. പേര് പറയുന്നില്ല. ലൈക്ക് ഞാൻ ഇങ്ങനെ ആ സമയത്ത് അന്നൊന്നും ഞങ്ങളുടെ പ്രായത്തിലൊക്കെ ഇത്ര ഫേസ്ബുക്കും കാര്യങ്ങളൊന്നും ഇത്ര ആക്റ്റീവ് അല്ല. ഞാൻ തുടങ്ങി വരുന്ന കാലമാണല്ലോ. ആ സമയത്ത് ഞാനിങ്ങനെ മെസ്സേജ് അയക്കുന്ന സമയത്ത് അന്ന് നമ്മൾ ഇംഗ്ലീഷിൽ അയക്കും. ശരിയാണ്, എനിക്ക് അത്ര വലിയ ഇംഗ്ലീഷ് അറിയാൻ പാടില്ല. എനിക്ക് ഇംഗ്ലീഷ് ഞാൻ സംസാരിക്കാത്ത, ഞാൻ ഇംഗ്ലീഷിൽ ആരോട് വേണമെങ്കിലും സംസാരിക്കുമെങ്കിൽ എനിക്ക് ഗ്രാമർ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എനിക്ക് ചെറിയൊരു മിസ്റ്റേക്സ് ഉണ്ട്. ടു ബി ഓണസ്റ്റ്ലി അതുണ്ടെന്ന് പറയുന്നത് എനിക്കൊരു കുറവുമില്ല. അവൻ എന്നെ കളിയാക്കിയിട്ടുണ്ട്. അത് വെച്ചിട്ട് തന്നെ പല ആൾക്കാർ മുമ്പിൽ വെച്ചിട്ട് അവൻ കളിയാക്കിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഞാൻ ഒരു സിറ്റുവേഷൻ പറഞ്ഞതാണ്. അപ്പം അങ്ങനെ കളിയാക്കുന്ന നേരം നമ്മൾ ആ സമയത്ത് ചിരിക്കും. കാരണം വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. ഒരു 10 ആൾക്കാർ മുമ്പിൽ വെച്ച് നമ്മളെ കളിയാക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചിരിക്കാനല്ലേ പറ്റുള്ളൂ. കേൾക്കുന്ന ആരാണെങ്കിലും ചിരിക്കുകയുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് അങ്ങനെ കളിയാക്കരുത്. കളിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ദിവസം വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ഉറങ്ങാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇത് ഇപ്പം ഞാൻ തന്നെ നോക്കി, ഞാൻ ഇത്രയും കാലമായിട്ട് ഞാനത് ഓർത്ത് വെക്കുന്നുണ്ട്. അത് ഓർത്ത് നിൽക്കുന്നത് സ്നേഹം കൊണ്ട്, അല്ലെങ്കിൽ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമായതുകൊണ്ടല്ല, അത് ഭയങ്കര പെയിൻഫുള്ളായതുകൊണ്ടാണ്. ബട്ട് അതിനുശേഷം ഞാൻ ഒരുപാട് ലോകത്തുള്ള പല ആൾക്കാരോട് ഇംഗ്ലീഷ് സംസാരിച്ചിട്ടുണ്ട്. ലൈക്ക് ഐ ബിലീവ് ദറ്റ് എനിക്ക് അത് ഗ്രാമർ ഇല്ലെങ്കിലും ഇനി എൻ്റെ ഗ്രാമർ ശരിയാണോ അല്ലോ എന്ന് ഇപ്പം എനിക്ക് അറിയാൻ പാടില്ല അത് എത്രത്തോളം ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നുള്ളത്. എന്നാലും ഞാൻ ഒരുവിധപ്പെട്ട രാജ്യങ്ങളിലെ ആൾക്കാരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട്. ഞാൻ എൻ്റെ ആ ഇംഗ്ലീഷ്, മുറിയൻ ഇംഗ്ലീഷ് വെച്ചിട്ട് തന്നെയാണ് ഇവിടെ പല ഡീലുകളും ചെയ്തിട്ടുള്ളത്, പല ആൾക്കാരെയും കൺവിൻസ് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ അനുഭവപ്പെട്ടിട്ടുള്ള ആൾക്കാർ, കളിയാക്കലുകൾ ഫേസ് ചെയ്തിട്ടുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, അത് ഒന്നുകൊണ്ടും തളരരുത്. പറയാനുള്ളതും പറയും, കളിയാക്കുന്നതും കളിയാക്കും. എല്ലാ കളിയാക്കലുകളും നമ്മൾ മോശക്കാരായതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്തുകൊണ്ടായിരിക്കില്ല. അത് തിരിച്ചറിയാനുള്ളൊരു വിവേകം നമുക്ക് ഉണ്ടാവുക. അല്ലെങ്കിൽ സമയം എടുത്താലും കുഴപ്പമില്ല. ചിലപ്പോൾ അന്ന് മനസ്സിലാവണമെന്നില്ല. കാലം നമ്മളെ പഠിപ്പിക്കും. ഒരാൾ അന്ന് കളിയാക്കിയതിൻ്റെ അർത്ഥം നമുക്ക് ചിലപ്പം 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും മനസ്സിലാവുന്നുണ്ടാവുക. പക്ഷേ കുഴപ്പമില്ല, 2 വർഷം എടുത്തോട്ടെ. ചില കാര്യങ്ങൾക്ക് നമുക്ക് നമ്മളത്രയും ജീനിയസ് അല്ലാത്തതുകൊണ്ട് ആയിരിക്കാം ചിലപ്പം ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ സമയമെടുക്കും. ആ സമയം എടുക്കുന്ന പ്രോസസ്സ് ചിലപ്പോൾ 2 വർഷം എന്നുള്ളത് ഭയങ്കര ടൈമായിട്ട് നമുക്ക് തോന്നിയെങ്കിലും ലൈഫിന് ആ 2 വർഷത്തിന് ശേഷം വരുമ്പോൾ അത് നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. അപ്പം തളരരുത്. കളിയാക്കുന്ന ആൾക്കാർ കളിയാക്കിക്കോട്ടെ, എന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും, സൗന്ദര്യത്തിൻ്റെ പേരിലായിക്കോട്ടെ, അല്ലെങ്കിൽ ലാംഗ്വേജോ, അല്ലെങ്കിൽ പൈസ ഇല്ലാത്തതിൻ്റെ പേരിലോ, അല്ലെങ്കിൽ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യാൻ അറിയില്ലെന്നോ, ലൈക്ക് വാട്ട് എവർ ഇറ്റ് ഈസ്, അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾ ഹാപ്പിയാണോ, നിങ്ങൾ കോൺഫിഡൻ്റ് ആണോ, എൻഡ് ഓഫ് ദ ഡേ നമുക്കത് മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊളിയാണ് മക്കളെ. നിങ്ങളെ അനുഭവങ്ങൾ നിങ്ങൾ താഴെ പറ. അതുപോലെ അങ്ങനെ കളിയാക്കുന്ന ആൾക്കാരോട്
കളിയാക്കിക്കോ, വേണ്ടെന്നൊന്നും ഞാനും പറയുന്നില്ല. കാരണം ഫ്രണ്ട്സാണ്, കളിയാക്കാം, അല്ലെങ്കിൽ റിലേറ്റീവ്സാണ്, നിങ്ങൾക്ക് എല്ലാ അധികാരവും ഉണ്ടാവാം. ബട്ട് ഒരു സമയത്ത് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നിങ്ങൾക്ക് ചിന്തിക്കാം, ഇതിങ്ങനെ എല്ലാവരെയും പറഞ്ഞുകൂടെ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ അങ്ങനെ ശ്രമിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. എന്തായാലും ഇത് നിങ്ങൾക്ക് ഈ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ആരെയും കളിയാക്കാതിരിക്കട്ടെ. ബൈ.